ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എജുബി. എജുബിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSC മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സുമാണ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ ക്ലാസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. Who among the following usually headed the provincial administration under the Mauryas? അപ്പോൾ നമുക്കതിൻ്റെ ഓപ്ഷൻസ് ഡിസ്കസ് ചെയ്യാം. പ്രശസ്തി, ദണ്ഡപാൽ, സംഹർത്ത, കുമാർ. അപ്പോൾ ഇതിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി, കുമാർ. ഓക്കെ, എങ്കിൽ നമുക്കിവിടെ ഈ ദണ്ഡപാൽ, അതുപോലെ ഈ സംഹർത്ത, പുരോഹിത്, സന്നിധത്ത, ഇതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇവിടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇതൊക്കെ ഈ മൗര്യൻ പീരീഡിൽ പറഞ്ഞിരുന്ന കുറച്ച് പേരുകളൊക്കെയാണ്, ഈ ദണ്ഡപാൽ, സംഹരിത. അപ്പോൾ അത് എന്തൊക്കെയായിട്ട് അറിയപ്പെടും അത് നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് നോക്കുവാണെങ്കിൽ ഈ ദണ്ഡപാൽ, ഈ പോലീസ് ഓഫീസറിനെ അക്കാലത്ത് വിളിച്ചിരുന്ന പേരാണ് ദണ്ഡപാൽ. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഇതിന് മുമ്പ്. അതുപോലെ തന്നെ ഹെഡ് ഓഫ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനെ വിളിക്കുന്ന പേരാ സംഹരിത. ഹെഡ് ഓഫ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് സംഹരിത. അതുപോലെ പുരോഹിത്, ഹെഡ് ഓഫ് റിലീജിയൻ. നെക്സ്റ്റ് വൺ ഈസ് സന്നിധത്ത, റോയൽ ട്രഷറർ. റോയൽ ട്രഷററിനെ വിളിക്കുന്ന പേരാ സന്നിധത്ത. അതുപോലെ ജഡ്ജ് ഓഫ് ക്രിമിനൽ കോഡിനെ പറയുന്ന പേര് പ്രദേശത്ത. നെക്സ്റ്റ് ചെയർമാൻ ഓഫ് സിറ്റി ഡിഫൻസ് നായക്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ചെയർമാൻ ഓഫ് റോയൽ ഫോർട്ട് ഗാർഡ്സ് ദുർഗാപാൽ. അപ്പോൾ ഒന്നും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. ദണ്ഡപാൽ പോലീസ് ഓഫീസർ, സംഹർത്ത ഹെഡ് ഓഫ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പുരോഹിത് ഹെഡ് ഓഫ് റിലീജിയൻ, സന്നിധത്ത റോയൽ ട്രഷറർ, നെക്സ്റ്റ് പ്രദേശത്ത ജഡ്ജ് ഓഫ് ക്രിമിനൽ കോർട്ട്, നായക് ചെയർമാൻ ഓഫ് സിറ്റി ഡിഫൻസ്, ദുർഗാപാൽ ചെയർമാൻ ഓഫ് റോയൽ ഫോർട്ട് ഗാർഡ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു എമോങ് ദ ഫോളോയിങ് വാസ് വൺ ഓഫ് ദ നവരത്നാസ് ഓഫ് അക്ബർ? അക്ബറിൻ്റെ കോർട്ടിലെ നവരത്നാസ് ഇപ്പോൾ താഴെ തന്നിട്ടുള്ള ഓപ്ഷനിൽ ഏതെന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ചെക്ക് ചെയ്യാം. പുരന്ദർ ദാസ്, താൻസൻ, സ്വാമി ഹരിദാസ്, അമീർ ഖുസ്രു. അപ്പോൾ ഇതിന് ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ ബി, താൻസൻ. അപ്പോൾ നമുക്ക് അക്ബറിൻ്റെ കോർട്ടിലെ നവരത്നാസ് ആരൊക്കെയാണെന്ന് നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഈ നവരത്നാസ് ഓൾസോ അറിയപ്പെടുന്ന പേര് 9 ജെംസ് എന്നും കൂടെ അറിയപ്പെടും. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ബീർബൽ, ആൻഡ് നെക്സ്റ്റ് താൻസൻ, അബുൽ ഫസൽ, ഫൈസി, തൊഡാർമൽ, രാജ മാൻസിംഗ്, അബ്ദുൾ റഹീം ഖാൻ അല്ലെങ്കിൽ ഇ ഖാൻ, ഹക്കീം ഹുമാം, മുല്ല ഡോ പിയാസ. ഈ 9 പേരും ഇമ്പോർട്ടൻ്റ് ആണ്. ബീർബൽ, താൻസൻ, അബുൽ ഫസൽ, ഫൈസി, തൊഡാർമൽ, രാജ മാൻസിംഗ്, അബ്ദുൾ റഹീം ഖാൻ, ഇ ഖാൻ, ഹക്കീം ഹുമാം, മുല്ല ഡോ പിയാസ. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദ വേർഡ് ബോഗ് മീൻ ഇൻ ദ മിഡീവൽ പീരീഡ്? ബോഗ്, ഈ മിഡീവൽ പീരീഡിൽ ഈ ബോഗ് എന്ന് പറയപ്പെടുന്ന ആ വാക്കിൻ്റെ അർത്ഥം എന്തെന്ന് അവർ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. റവന്യൂ വർക്ക്, റിലീജിയസ് സെറിമണി, ഫെസ്റ്റിവൽ, ഗ്രാൻഡ് ടു ടെമ്പിൾസ്. അപ്പോൾ ഇതിന് ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ എ, റവന്യൂ വർക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബോഗ്, ഇൻകം ഫ്രം റവന്യൂ ആക്ടിവിറ്റീസ്, റവന്യൂ ആക്ടിവിറ്റീസിൽ നിന്ന് കിട്ടുന്ന ഇൻകമിനെ ആ കാലഘട്ടത്തിൽ പറയുന്ന പേരാണ് ബോഗ്. ഇമ്പോർട്ടൻ്റ് ആണ്, ബോഗ്, ഇൻകം ഫ്രം റവന്യൂ ആക്ടിവിറ്റീസ്. നെക്സ്റ്റ് വൺ ഈസ് കൻഖ. കൻഖ അത് റെസിഡൻസ് ഓഫ് സൂഫീസ്, റെസിഡൻസ് ഓഫ് സൂഫീസ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ബന്ധകൻ. ഈ ബന്ധകൻ മീൻസ് സ്ലേവ്, ബന്ധകൻ സ്ലേവ്. ഒന്നും കൂടെ, ബോഗ്, ഇൻകം ഫ്രം റവന്യൂ ആക്ടിവിറ്റീസ്, റവന്യൂ ആക്ടിവിറ്റീസിൽ കിട്ടുന്ന ഇൻകം. നെക്സ്റ്റ് വൺ ഈസ് കൻഖ, റെസിഡൻസ് ഓഫ് സൂഫീസ്. ഓക്കെ, പിന്നെ ലാസ്റ്റ് വൺ ഈസ് ബന്ധകൻ സ്ലേവ്. അടുത്ത ക്വസ്റ്റ്യൻ,
വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് കോൾഡ് ദ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് താഴെ തന്നിട്ടുള്ളതിൽ ഏത് പാർട്ടെന്ന് അവർ ചോദിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. പാർട്ട് 4, പാർട്ട് 3, പാർട്ട് 2, പാർട്ട് 1. അപ്പോൾ ഇതിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, പാർട്ട് 3 ആണ്. ഓക്കെ, അപ്പോൾ ഈ പാർട്ട് 3 വരുന്ന ആർട്ടിക്കിൾ നമുക്ക് ഇവിടെ ജസ്റ്റ് ചെക്ക് ചെയ്യാം. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ പാർട്ട് 3 വരുന്നത്. അപ്പോൾ അത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പാർട്ട് 3 ആർട്ടിക്കിൾ 12 to 35 ഫണ്ടമെന്റൽ റൈറ്റ്സ്. നെക്സ്റ്റ് ഈസ് പാർട്ട് 1. അതിൽ വരുന്ന ആർട്ടിക്കിൾ 1 to 4 യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി, യൂണിയനെ കുറിച്ചും അതിൻ്റെ ടെറിട്ടറിനെ കുറിച്ചും പ്രതിപാദിക്കുന്നു. അതായത് പാർട്ട് 1. നെക്സ്റ്റ് ഈസ് പാർട്ട് 2, ആർട്ടിക്കിൾ 5 to 11 സിറ്റിസൺഷിപ്പ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് പാർട്ട് 4, ആർട്ടിക്കിൾ 36 to 51 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ഓർ DPSP. ഒന്നും കൂടെ, പാർട്ട് 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ ഫണ്ടമെന്റൽ റൈറ്റ്സ്. നെക്സ്റ്റ് പാർട്ട് 1 ആർട്ടിക്കിൾ 1 മുതൽ 4 വരെ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി. പിന്നെ പാർട്ട് 2 ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ സിറ്റിസൺഷിപ്പ്. ദെൻ ലാസ്റ്റ് വൺ പാർട്ട് 4 ആർട്ടിക്കിൾ 36 to 51 ഡയറക്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ഓർ DPSP. അടുത്ത ക്വസ്റ്റ്യനായിട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 5ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എംപവേഴ്സ് ദ ഹൈക്കോർട്ട് ടു ഇഷ്യൂ റിട്സ്? അപ്പോൾ ഈ താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ആർട്ടിക്കിളാണ് ഇന്ത്യൻ ഭരണഘടന, അതായത് നമ്മുടെ ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം കൊടുക്കുന്നത്? അപ്പം അത് നമുക്ക് ഇവിടെ ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഓപ്ഷൻസ് ചെക്ക് ചെയ്യാം. ആർട്ടിക്കിൾ 132, ആർട്ടിക്കിൾ 226, ആർട്ടിക്കിൾ 143, ആർട്ടിക്കിൾ 32 ഓർ 32. അപ്പോൾ ഇതിന് ശരി ഉത്തരം വരുന്നത് ആർട്ടിക്കിൾ 226. ഓക്കെ, അപ്പോൾ നിലവിലിപ്പോൾ 5 types ഓഫ് റിട്സ് ക്യാൻ ബി ഇഷ്യൂഡ് അണ്ടർ ആർട്ടിക്കിൾ 32 ആൻഡ് 226. അപ്പോൾ 5 types ഓഫ് റിട്സ് ഹൈക്കോർട്ടിന് പുറപ്പെടുവിക്കാൻ പറ്റും. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കാം. അതായത് ഈ ആർട്ടിക്കിളിൻ്റെ അണ്ടറിലാണ് ആർട്ടിക്കിൾ 32 ആൻഡ് ആർട്ടിക്കിൾ 226. അപ്പോൾ അത് ഏതൊക്കെ റിട്ടുകളാണെന്ന് നമുക്കൊന്ന് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർട്ടിയോററി, കോവാറന്റോ. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർട്ടിയോററി, കോവാറന്റോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അക്കോർഡിംഗ് ടു ട്രഡീഷണൽ ഇന്ത്യൻ സീസൺസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സീസൺസ് കംസ് ഇൻ ദ മന്ത് ഓഫ് നവംബർ ഡിസംബർ? ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ശരത്, ഹേമന്ത്, വാസന്ത് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ശിശിർ. അപ്പോൾ ഇതിന് ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ ബി, ഹേമന്ത് ആണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാം. അപ്പോൾ സീസൺ, അതുപോലെ തന്നെ അത് ഏത് ഇന്ത്യൻ കലണ്ടറിലെ ഏത് മാസത്തിലാണ് വരുന്നത്, അതുപോലെ നമ്മുടെ ഈ ഗ്രിഗോറിയൻ കലണ്ടറിൽ അത് ഏത് മാസത്തിലാണ് വരുന്നത്, ഇത് വെച്ച് നമുക്ക് ഇതൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കാം. ആദ്യം ഈ വാസന്ത് സീസൺ. ഈ വാസന്ത് സീസൺ ഇന്ത്യൻ കലണ്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ചൈത്രം അല്ലെങ്കിൽ ചൈത്ര ബൈശാഖ് ആ ഒരു മന്തിലാണ് വരുന്നത്. വാസന്ത്, ചൈത്ര, ബൈശാഖ് മന്തിലാണ് വരുന്നത്. അതുപോലെ നമ്മുടെ ഗ്രിഗോറിയൻ കലണ്ടർ വെച്ച് നോക്കുമ്പോഴത്തേക്കും അത് മാർച്ച്, ഏപ്രിൽ മാസത്തിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. വാസന്ത്, ചൈത്ര, ബൈശാഖ് ഇവിടെയാണെങ്കിൽ മാർച്ച്, ഏപ്രിൽ. അതുപോലെ തന്നെ ഗ്രീഷ്മ, ജ്യേഷ്ഠ, ആഷത്, ജ്യേഷ്ഠ, ആഷത് അത് മെയ്, ജൂൺ മന്തിലാണ്. ഇന്ത്യൻ കലണ്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ ജ്യേഷ്ഠ മന്തിൽ അല്ലെങ്കിൽ ആഷത് മന്തിൽ, ഇവിടെയാണെങ്കിൽ മെയ് മാസം അല്ലെങ്കിൽ ജൂൺ മാസം. നെക്സ്റ്റ് വർഷ. വർഷ ആണെങ്കിൽ ശ്രാവൺ, ഭദ്ര, ശ്രാവൺ, ഭദ്ര, ശ്രാവൺ മന്ത് അല്ലെങ്കിൽ ഭദ്ര മന്ത്. ഇവിടെ ജൂലൈ, ഓഗസ്റ്റ് മന്ത്. ഇമ്പോർട്ടൻ്റ് ആണ്. വർഷ, ശ്രാവൺ, ഭദ്ര, ഇവിടെ
ജൂലൈ, ഓഗസ്റ്റ്. അപ്പോൾ ലാസ്റ്റ് നെക്സ്റ്റ് ശരത്, അശ്വിൻ മന്ത് അല്ലെങ്കിൽ കാർത്തിക്, അശ്വിൻ കാർത്തിക്. ഇവിടെ ആകുമ്പോഴത്തേക്കും അത് സെപ്റ്റംബർ ഒക്ടോബർ ആവും. അശ്വിൻ കാർത്തിക് ഇവിടെ ആകുമ്പോഴത്തേക്കും സെപ്റ്റംബർ ഒക്ടോബർ ആവും. നെക്സ്റ്റ് നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഹേമന്ത്, മാർഗശിശ്ര അല്ലെങ്കിൽ പൗഷ്, മാർഗശിശ്ര പൗഷ് മന്തിലാണ്. ഇവിടെ അത് നവംബർ ഡിസംബർ മന്തിലാണ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ശിശിർ, ശിശിർ മാഘ് ഫൽഗുൺ, ഇവിടെ ആകുമ്പോഴത്തേക്കും ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി മന്ത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് സീസണും അതുപോലെ തന്നെ ഇന്ത്യൻ കലണ്ടറിൽ ഏത് മന്തിലാണ് വരുന്നത്, അതുപോലെ ഗ്രിഗോറിയൻ കലണ്ടറിൽ ഏത് മന്തിലാണ് വരുന്നത്. ഇപ്പോൾ ഇത് രണ്ടൊന്ന് നോട്ട് ചെയ്യുക. വാസന്താണെങ്കിൽ ചൈത്ര വൈശാഖ്, ഇവിടെ മാർച്ച് ഏപ്രിൽ. അതുപോലെ ഗ്രീഷ്മ ജ്യേഷ്ഠ ആഷാദ്, ഇവിടെ മെയ് ജൂൺ. വർഷയാണെങ്കിൽ ഇവിടെ ശ്രാവൺ ഭദ്ര, ഇവിടെ ജൂലൈ ഓഗസ്റ്റ്. നെക്സ്റ്റ് ശരത് അശ്വിൻ കാർത്തിക്, ഇവിടെ സെപ്റ്റംബർ ഒക്ടോബർ. ഹേമന്ത് മാർഗശിശ്ര പൗഷ്, ഇവിടെ ആകുമ്പോഴത്തേക്കും നവംബർ ഡിസംബർ. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ശിശിർ, ശിശിർ മാഘ് ഫൽഗുൺ, ഇവിടെ ആകുമ്പോഴത്തേക്കും ജനുവരി ഫെബ്രുവരി മന്തിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോ. അടുത്ത ദിവസത്തിലോട്ട് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് നാഷണൽ പാർക്ക് ഈസ് ലൊക്കേറ്റഡ് ഇൻ മധ്യപ്രദേശ്? അപ്പോൾ ഈ താഴെ തന്നിരിക്കുന്നവരിൽ മധ്യപ്രദേശിൽ ഉള്ള നാഷണൽ പാർക്ക് ഏതെന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. പെരിയാർ, ബാന്ധവ്ഗർഗ്, സൈലന്റ് വാലി, നന്ദാദേവി. അപ്പോൾ അത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും എന്തായാലും ഈ പെരിയാറും സൈലന്റ് വാലിയും കേരളത്തിലുള്ളതാണ്. അപ്പോൾ ഒന്നിൽ ഈ നന്ദാദേവി ആയിരിക്കും അല്ലെങ്കിൽ ഈ ബാന്ധവ്ഗർഗ് ആയിരിക്കും. അപ്പോൾ അതിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ബാന്ധവ്ഗർഗ്, ബാന്ധവ്ഗർഗ് നാഷണൽ പാർക്ക്. നമുക്കറിയാം ബാന്ധവ്ഗർഗ് നാഷണൽ പാർക്ക് ഈസ് ഇൻ മധ്യപ്രദേശ്. നെക്സ്റ്റ് പെരിയാർ കേരള, സൈലന്റ് വാലി കേരള. പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നന്ദാദേവി, നന്ദാദേവി വരുന്നത് ഉത്തരാഖണ്ഡിലാണ്. നന്ദാദേവി ഉത്തരാഖണ്ഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ ഡിസ്കസ് ചെയ്യാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. അതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ലാൻഡ് ആൻഡ് അഗ്രികൾച്ചർ ഫോൾസ് അണ്ടർ സ്റ്റേറ്റ് ലിസ്റ്റ്. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് 2 മാരേജ് ലോസും പിന്നെ അഡോപ്ഷൻ ഫോൾ അണ്ടർ ദ കൺകറന്റ് ലിസ്റ്റ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് വെക്കാം. only statement 1 is correct, only statement 2 is correct, both statement 1 and 2 are correct, neither statement 1 nor 2 is correct. അപ്പോൾ ഇതിന് ശരി ഉത്തരം വരുന്നത് both statement 1 and 2 are correct. അപ്പോൾ നമുക്കിവിടെ കൺകറന്റ് ലിസ്റ്റിലും അതുപോലെ സ്റ്റേറ്റ് ലിസ്റ്റിലും പിന്നെ യൂണിയൻ ലിസ്റ്റിലും വരുന്ന സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഇവിടെ നെക്സ്റ്റ് സ്ലൈഡിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ യൂണിയൻ ലിസ്റ്റിൽ വരുന്ന സബ്ജക്റ്റ് ഏതൊക്കെയെന്ന് നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഡിഫൻസ്, പിന്നെ ബാങ്കിങ്, പിന്നെ അതിനുശേഷം കറൻസി, പിന്നെ ഫോറിൻ അഫയേഴ്സ്, കമ്മ്യൂണിക്കേഷൻ, ഫോറിൻ ജുറിഡിസ്റ്റിക്ഷൻ. ഡിഫൻസ്, ബാങ്കിങ്, കറൻസി, ഫോറിൻ അഫയേഴ്സ്, കമ്മ്യൂണിക്കേഷൻ, ഫോറിൻ ജുറിഡിസ്റ്റിക്ഷൻ. നെക്സ്റ്റ് ഇവിടെ കൺകറന്റ് ലിസ്റ്റ് നോക്കുവാണെങ്കിൽ കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന സബ്ജക്റ്റ് എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്, ട്രേഡ്, മാരേജ്, അഡോപ്ഷൻ, ക്രിമിനൽ ലോ. ഇമ്പോർട്ടൻ്റ് ആണ്. എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്, ട്രേഡ്, മാരേജ്, അഡോപ്ഷൻ, ക്രിമിനൽ ലോ. നെക്സ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് നമുക്ക് നോക്കാം. സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നത് പോലീസ്, ട്രേഡ്, അഗ്രികൾച്ചർ, ഇറിഗേഷൻ, ഫിഷറീസ്. ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിയൻ ലിസ്റ്റ് ആകുമ്പോഴത്തേക്കും ഡിഫൻസ്, ബാങ്കിങ്, കറൻസി, ഫോറിൻ അഫയേഴ്സ്, കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ഫോറിൻ ജുറിഡിക്ഷൻ, പിന്നെ എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്. അതായത് ഈ കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത് എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്, ട്രേഡ്, മാരേജ്, അഡോപ്ഷൻ, പിന്നെ ലാസ്റ്റ് വൺ ഈസ് ക്രിമിനൽ ലോ. നെക്സ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റിലാണെങ്കിൽ പോലീസ്, ട്രേഡ്, അഗ്രികൾച്ചർ, ഇറിഗേഷൻ ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഫിഷറീസ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 9ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അക്കോർഡിംഗ് ടു സെൻസസ് 2011, വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറീസ് ഹാസ് നോ ഷെഡ്യൂൾഡ് ട്രൈബ്? അപ്പോൾ താഴെ തന്നിട്ടുള്ളവയിൽ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഇല്ലാത്ത സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറീസ് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് അക്കോർഡിംഗ് ടു സെൻസസ് 2011. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ചെക്ക് ചെയ്യാം. കേരള, ഗോവ, പുതുച്ചേരി, ഛത്തീസ്ഗഡ്.
അപ്പോൾ ഇതിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി പുതുച്ചേരി. അപ്പോൾ സ്റ്റേറ്റ്സ് ഓർ യൂണിയൻ ടെറിട്ടറീസ് വിത്ത് നോ ഷെഡ്യൂൾഡ് ട്രൈബ് ആസ് പെർ സെൻസസ് 2011. അപ്പം അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഷെഡ്യൂൾഡ് ട്രൈബ് ഇല്ലാത്ത സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറീസ് 2011 സെൻസസ് പ്രകാരമാണ്. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് പഞ്ചാബ്, നെക്സ്റ്റ് ഹരിയാന, അടുത്തത് ഡൽഹി, പിന്നെ ഛത്തീസ്ഗഡ് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് പുതുച്ചേരി. ഇമ്പോർട്ടൻ്റ് ആണ്. പഞ്ചാബ്, ഹരിയാന, ഡൽഹി, ചണ്ഡീഗഡ് ആൻഡ് പുതുച്ചേരി. ഓക്കെ, നമുക്കിവിടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെക്ടേഴ്സ് റിസീവ്ഡ് മേജർ അറ്റൻഷൻ ഇൻ ദ 7th 5-year പ്ലാൻ ഫോർ ക്രിയേറ്റിംഗ് മോർ ജോബ്സ്? അപ്പോൾ നമുക്കൊരു ഓപ്ഷൻസ് ചെക്ക് ചെയ്യാം. ഹെവി ഇൻഡസ്ട്രീസ്, IT സെക്ടർ, സ്മോൾ ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രീസ് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടർ എനർജി. അപ്പോൾ ഇതിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടർ എനർജി. അപ്പോൾ നമുക്ക് 7th 5-year പ്ലാനെ കുറിച്ച് കുറച്ച് പഠിക്കാം. 7th 5-year പ്ലാന് ആ ഇയർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. 1985 to 1990, 1985 to 1990 ഈ ഒരു കാലഘട്ടത്തിലാണ് അത് 7th 5-year പ്ലാൻ. ഇമ്പോർട്ടൻ്റ് ആണ്. 1985 to 1990. പിന്നെ അതിൻ്റെ മെയിൻ ഫോക്കസ് എന്താണെന്ന് പഠിക്കാം. അത് ഫുഡ്, വർക്ക്, പിന്നെ നെക്സ്റ്റ് വൺ ഈസ് പ്രൊഡക്ടിവിറ്റി. ഫുഡിനും വർക്ക്, പിന്നെ ലാസ്റ്റ് വൺ ഈസ് പ്രൊഡക്ടിവിറ്റി. അതുപോലെ തന്നെ ഇതിൻ്റെ എയിം എന്താണെന്ന് നോക്കാം. 7th 5-year പ്ലാനിൻ്റെ എയിം എന്താണെന്ന് നോക്കാം. മോർ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ, ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി, സ്ട്രെങ്തൻ ഫുഡ് സെക്യൂരിറ്റി. പിന്നെ ലാസ്റ്റ് വൺ ഈസ് ഇത് മെയിനായിട്ട് ഈ ഒരു 7th 5-year പ്ലാന് മെയിനായിട്ട് ഊന്നൽ കൊടുത്തിട്ടുള്ളത് അഗ്രികൾച്ചറിനും പിന്നെ അതുപോലെ എംപ്ലോയ്മെൻറ്റ് ഓറിയൻറ്റഡ് സെക്ടേഴ്സിനുമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. എംഫസിസ് ഓൺ അഗ്രികൾച്ചർ പ്ലസ് എംപ്ലോയ്മെൻറ്റ് ഓറിയൻറ്റഡ് സെക്ടേഴ്സിനാണ് ഈ ഒരു 7th 5-year പ്ലാന് മെയിനായിട്ട് ഊന്നൽ കൊടുത്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അഗ്രികൾച്ചർ പ്ലസ് എംപ്ലോയ്മെൻറ്റ് ഓറിയൻറ്റഡ് സെക്ടേഴ്സ് 7th 5-year പ്ലാനാണ്. ക്ലാസ്സുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.